ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സിലെ പാർട്ട് 1 ഫസ്റ്റ് ചാപ്റ്ററായ ആഡിങ് ആംഗിൾസ് ആണ് കേട്ടോ. എന്താണ് ആഡിങ് ആംഗിൾസ്? ആഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കൂട്ടുക അല്ലേ, പ്ലസ് ചെയ്യാം. ആംഗിൾസ് തമ്മിൽ കൂട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നോക്കാം നമുക്കിവിടെ ജോയിനിങ് ആംഗിൾസ് അല്ലേ. ക്യാൻ യു ഡ്രോ ദിസ് ആംഗിൾ? നിങ്ങൾക്ക് ഈ ആംഗിൾ വരയ്ക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഡ്രോ അനദർ ആംഗിൾ ഓൺ ദ ടോപ്പ് ലൈക്ക് ദിസ്. എന്താ ഡ്രോ അനദർ ആംഗിൾ ഓൺ ടോപ്പ് ലൈക്ക് ദിസ്? ആദ്യം എന്താണ് 30 ഡിഗ്രി വരയ്ക്കാൻ പറഞ്ഞാൽ അതിൻ്റെ മേലെ വേറൊരു ആംഗിളും കൂടി 45 ഡിഗ്രി എടുത്ത് വരയ്ക്കുക അല്ലേ. അപ്പം പ്രൊട്രാക്ടർ വെച്ചിട്ട് എന്താക്കുക, ഇവിടെ വെക്കുക, എന്നിട്ട് 45 ഡിഗ്രി കൂടി എടുത്തിട്ട് എന്താക്കുക, അളന്നിട്ട് അവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ എന്താണ് ആദ്യമുള്ള ആംഗിൾ ഏതാണ്? ABC എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ആയിരുന്നു അല്ലേ. ഇപ്പോൾ പുതിയ ആംഗിൾ വരച്ച എത്രയാണ്? CAD എന്ന് പറഞ്ഞാൽ ഈ ആംഗിളാണ് അല്ലേ. അത് 45 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇവിടെ എത്ര ആംഗിൾ ഉണ്ട്? ഹൗ മെനി ആംഗിൾസ് അറ്റ് A നൗ? ഇപ്പോൾ ഇവിടെ ആംഗിൾസ് ഏതൊക്കെയുണ്ട് എന്നാണ് ചോദിച്ചത്. എത്ര ആംഗിൾസ് ഉണ്ട് എയിൽ നിന്ന്? അപ്പോൾ 2 ആംഗിൾ ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ്? CABയും അല്ലേ. CAB എന്ന് പറയാം, ആംഗിൾ CAB എന്നും പറയാം, ആംഗിൾ BAC എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ് കേട്ടോ. നടുക്ക് ഈ A വന്നാൽ മതി അല്ലേ. അപ്പോൾ BAC എന്ന് പറഞ്ഞാൽ ആംഗിൾ CAB എന്ന് പറഞ്ഞാൽ സെയിം തന്നെ അല്ലേ. അതും പിന്നെ മറ്റേത് ഏതാണ്? DAC അല്ലേ. DAC എന്നും പറയാം, CAD എന്നും പറയാം കേട്ടോ, ആ ആംഗിൾ അല്ലേ. അപ്പം ആംഗിൾ CAB എത്രയാണ്? 30 ഡിഗ്രി ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ആംഗിൾ DAC എത്രയാണ്? 45 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? അപ്പോൾ നോക്കൂ, ആംഗിൾ CAB എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി അല്ലേ. അപ്പോൾ 30 ഡിഗ്രി മുകളിൽ ഒരു 0 ഇട്ട് എടുക്കണം കേട്ടോ. ഡിഗ്രി എന്ന് പറയുമ്പോൾ അറിയാലോ അല്ലേ. ഇനി ആംഗിൾ DAC എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി. ഓക്കെ, ഡു യു സി വൺ മോർ ലാർജ് ആംഗിൾ? ഇപ്പം നിങ്ങൾ ഇവിടെ എന്താണ് ഒരു വലിയ ആംഗിൾ കാണുന്നില്ല. അപ്പോൾ CABയും എന്താണ് DAC നിങ്ങൾക്ക് കണ്ടു അല്ലേ. പിന്നെന്താ വലിയൊരു ആംഗിൾ ഉണ്ട് അല്ലേ, DAB എന്ന് പറഞ്ഞാൽ വലിയ ആംഗിൾ ആണ് അല്ലേ. അതായത് ഇത് ഈ ആംഗിൾ, ഓക്കെ, DAB എന്ന് പറഞ്ഞ ആംഗിൾ അല്ലേ. അങ്ങനെയാണ് ഇത് എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എത്ര ആയിരിക്കും? ഇതും പിന്നെ ഇതും കൂടി ചേർന്നതാണല്ലോ ഇത് മൊത്തം അല്ലേ. അപ്പം എന്താ, ഇത് രണ്ടും കൂട്ടിയാൽ മതി അല്ലേ. അപ്പോൾ 45 + 30 ആണ് അല്ലേ. ആംഗിൾ DAB എന്ന് പറയുമ്പോൾ എത്രയാണ്? 45 + 30. എത്രയാണ് 45 + 30? എത്രയാണ്? 75 അല്ലേ. അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും? 75 ഡിഗ്രി ആയിരിക്കും കേട്ടോ. 75 ഡിഗ്രിയാണ് DAB. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ആംഗിൾ, വലിയ ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്? DAB എന്ന് പറഞ്ഞാൽ ഈ വലിയ ആംഗിളാണ് അല്ലേ. അപ്പോൾ ഈ വലിയ ആംഗിൾ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ചെറിയ ആംഗിൾ, ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ചെറിയ ആംഗിൾ കൂട്ടിയാൽ എന്താക്കും, ഈ വലിയ ആംഗിൾ കിട്ടും അല്ലേ. അപ്പോൾ 45 + 30 ആണ് 75 ആണ് എന്ത്, ഈ വലിയ ആംഗിളായ DAB എന്ന് പറയുന്നത് ആംഗിൾ DAB. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നോക്കൂ, റൈറ്റ് ആൻഡ് the third angle is a sum or difference and compute its measure. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നോക്കൂ, in the figure below, താഴെ ഫിഗർ the measures of 2 angles are, 2 angles are എന്താണ് ഷോൺ അല്ലെ, തന്നിരിക്കുന്നുണ്ട് അല്ലേ. റൈറ്റ് ദ തേർഡ് ആംഗിൾ ആസ് എ സം ഓർ ഡിഫറൻസ് ആൻഡ് കമ്പ്യൂട്ട് ഇറ്റ്സ് മെഷർ അല്ലേ. അപ്പോൾ ഈ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് 2 ആംഗിൾ തന്നിട്ടുണ്ട് അല്ലേ, ഇതും തന്നിട്ടുണ്ട്, ആംഗിൾ DACയും തന്നിട്ടുണ്ട്, ആംഗിൾ CABയും തന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ ഏതാണ്? വലിയ ആംഗിൾ അല്ലേ, DAB അല്ലേ. ആ ആംഗിള് ഒന്നെങ്കിൽ പ്ലസ് ചെയ്തിട്ടോ മൈനസ് എന്താണോ ഇതാക്കേണ്ടത് അത് വെച്ച് നിങ്ങൾ കാണാനാണ് നോക്കുക. നിങ്ങൾ പ്ലസ് ആണോ ചെയ്യേണ്ടത് എന്നുള്ളത്. പ്ലസ് ആണെങ്കിൽ പ്ലസ് ചെയ്യുക, മൈനസ് ആണെങ്കിൽ മൈനസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ എന്താണ്? DAB നമുക്ക് അറിയാം എന്താണെന്നുള്ളത് അല്ലേ. DAB എന്താണ്? DAB എന്ന് പറഞ്ഞാൽ ഈ വലിയ ആംഗിളാണ് DAB അല്ലേ. അപ്പോൾ വലിയ ആംഗിൾ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ചെറിയ DAC എന്ന് പറഞ്ഞാൽ ഈ ആംഗിളും ആംഗിൾ CAB എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ കൂടി പ്ലസ് ചെയ്യാൻ വേണ്ടി അല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണ്? 40 പ്ലസ് എത്രയാണ്? 40 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി. അപ്പോൾ എത്രയാണ്? 40 + 60 എത്രയാണ്? 40 + 60 എത്രയാണ്? 100 അല്ലേ. അപ്പോൾ ആ എന്താണ് ആംഗിൾ DAB എത്ര ആയിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും കേട്ടോ. അപ്പോൾ 100, പിന്നെ ഡിഗ്രി എഴുതാൻ മറക്കരുത്, ഇവിടെ ഒരു ഡിഗ്രി കേട്ടോ. അപ്പോൾ 100 ഡിഗ്രിയാണ് ആംഗിൾ DAB. അപ്പോൾ വലിയ ആംഗിൾ എത്രയാണെന്ന് കിട്ടിയല്ലോ. ഇനി അടുത്ത് നോക്കൂ, ആംഗിൾ DACയും തന്നിട്ടുണ്ട്, ആംഗിൾ CABയും തന്നിട്ടുണ്ട് അല്ലേ. സിമ്പിൾ അല്ലേ, ഇത് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തന്നത്. അപ്പോൾ ഈ മൊത്തമുള്ള ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്താണ് കേട്ടോ, ഈ DAB എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ അല്ലേ. DAB എന്ന് പറഞ്ഞാൽ ഈ ആംഗിളാണ് അല്ലേ. DAB എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്താണ്, ഈ ആംഗിളും പിന്നെ
ഈ ആംഗിളും കൂടി കൂട്ടിയാൽ മതി അല്ലേ, ഇതും കൂടി കൂട്ടിയാൽ പോരെ. അപ്പൊ ഈ ആംഗിൾ എത്ര അവിടെ തന്നിട്ട് 30 ഡിഗ്രിയും തന്നിട്ടുണ്ട് അല്ലേ. ഈ ആംഗിൾ എത്ര തന്നത് 60 ഡിഗ്രിന്നും തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടുക അല്ലേ. 30 + 60 എത്രയാണ് 90 ഡിഗ്രി കേട്ടോ. അപ്പൊ 30 + 60 എത്രയാണ് 30 + 60 ഡിഗ്രി എത്രയാണ് 90 ഡിഗ്രിയാണ് ഇത് ആംഗിൾ DAB ഇത് അല്ലേ. 90 ഡിഗ്രി. ഓക്കെ, 90 ഡിഗ്രിയാണ് എന്ത് ആംഗിൾ DAB ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് നോക്കിയേ. ഇനി ഇവിടെ തന്നത് എന്താണ്, DAC തന്നിട്ടുണ്ട്, പിന്നെ എന്താണ് DAB തന്നിട്ടുണ്ട്, പക്ഷെ CAB തന്നിട്ടില്ല അല്ലെ. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ ചെയ്യാ, നമ്മൾ സാധാരണ എന്താണ് ഇത് രണ്ടും തന്നാല് അല്ലെ, ഇതും അതായത് ഈ ആംഗിളും കൂടി തന്നാൽ വലിയ ആംഗിൾ കണ്ടുപിടിക്കാൻ ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യാണ് വേണ്ടത് അല്ലെ. പക്ഷെ ഇവിടെ തന്ന എന്താ വലിയ ആംഗിൾ തന്നിട്ടുണ്ട്, ഒരു ആംഗിളും തന്നിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ മൊത്തം ആംഗിളിൽ നിന്ന് തന്ന ആംഗിൾ അങ്ങ് കുറയ്ക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ മൊത്തം ആംഗിൾ എത്രയാണ്, ഇത് മൊത്തം ഈ DAB എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 80 ആണ് അല്ലെ. 80 ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. 80 ഡിഗ്രിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. പിന്നെ എന്താണ് അടുത്തത്, ഈ ചെറിയ ആംഗിൾ എത്രയാണ് 50 ഡിഗ്രിയാണ് അല്ലെ. അപ്പോൾ ഇത് 50 ഡിഗ്രി. ഓക്കെ, ഇത് 50 ഡിഗ്രി ആയിരിക്കും. അപ്പം 80 50 കുറയ്ക്കുക അല്ലെ. 80 50 കുറച്ച് എത്രയാണ് 30 അല്ലെ. അപ്പൊ ഇത് എത്രയാണ് CAB എത്രയായിരിക്കും 30 ഡിഗ്രിയാണ് അല്ലെ. അപ്പൊ ഇനി ശരിയാണോ നോക്കാൻ എന്താണ് ചെയ്യേണ്ടത്, ഇത് 30 ഡിഗ്രി, ഇത് 50 ഡിഗ്രി അല്ലെ. അപ്പൊ 30 + 50 എത്രയാ 80 അല്ലെ. ആ 80 അവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യാട്ടോ. അപ്പൊ മൊത്തം ആംഗിൾ തന്നിട്ടും ഒരു ആംഗിളും കൂടി തന്നിട്ടുണ്ടെങ്കിൽ മറ്റേ ആംഗിൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ മൊത്തം ആംഗിളിൽ നിന്ന് അതായത് വലിയ ആംഗിളിൽ നിന്ന് ഈ ചെറിയ ആംഗിൾ കുറച്ചാൽ മതി ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. എന്താണ് ഇത് അതേമാതിരി തന്നെ അല്ലെ. DAB തന്നിട്ടുണ്ട് അല്ലെ. DAB എത്രയാ തന്നത് നോക്കൂ. DAB എത്രയാ തന്നത് 120 തന്നിട്ടുണ്ട് അല്ലെ. പിന്നെ CAB തന്നിട്ടുണ്ട്, എത്രയാണ് CAB തന്നത് 45 ഡിഗ്രിയും തന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ DAC ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ആംഗിൾ DAC എത്രയായിരിക്കും, ആംഗിൾ DAC എത്രയാണ് ഈ 120 മൈനസ് എത്രയാണ് 45. ഓക്കെ, 45ഉം എന്താക്കുക അല്ലെ. അപ്പൊ 120 - 45 എത്രയാണ് 140. അപ്പം 120 45 കുറച്ചാൽ എത്രയാണ് 75 കിട്ടും അല്ലെ. അല്ലേ. ഓക്കെ, അപ്പോൾ 120 - 75 120 - 45 = 75 ഡിഗ്രിയാണ് കേട്ടോ DAC. അപ്പം മനസ്സിലായല്ല. അപ്പം മൊത്തം ആംഗിളിൽ നിന്ന് ഈ ചെറിയ ആംഗിൾ കുറച്ചാൽ മറ്റേ ആംഗിൾ കിട്ടും. ഓക്കെ, ഇനി ചെറിയ 2 ആംഗിളാണ് തന്നതെങ്കിൽ അതിന്റെ ടോട്ടൽ മൊത്തം കാണാൻ പറയാൻ രണ്ടും കൂടി പ്ലസ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത എന്താണ്, ഓൺ ബോത്ത് സൈഡ്സ് എന്താണ് രണ്ട് സൈഡിലും ഡ്രോ എ ലൈൻ ആൻഡ് എ പെർപെൻഡിക്കുലർ ടു ഇറ്റ് ആസ് ബിലോ. എന്താണ് ഒരു ലൈൻ വരയ്ക്കുക അല്ലെ, പെർപെൻഡിക്കുലർ ആയിട്ട്. ഇതറിയാം എത്ര ഡിഗ്രി എന്നുള്ളത്, എത്രയാണ് 90 ഡിഗ്രിയാണ് അല്ലെ. ഡ്രോ ആൻ ആംഗിൾ വിത്തിൻ ഇറ്റ്സ് ലൈക്ക് ദിസ്. വേറൊരു ആംഗിൾ വരയ്ക്കുക, എത്രയാണ് 50 ഡിഗ്രീൻ്റെ അതിൻ്റെ ഇടയിൽ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ. വാട്ട് ഇസ് എ മെഷർ ഓഫ് ആംഗിൾ DAC. അങ്ങനെയാണെങ്കിൽ മെഷർ DACന്റെ മെഷർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. DACന്റെ മെഷർ എത്രയാണ്. അപ്പോൾ DACന്റെ മെഷർ കാണാൻ ഇവിടെ നോക്കൂ, ഇവിടെ DAC അല്ലേ, ഇതാണ് കാണേണ്ടത് നമുക്ക്. ഇതാണ് കാണേണ്ടത് DAC എന്ന് പറഞ്ഞാൽ ഈ ആംഗിളാണ് കാണേണ്ടത്. അപ്പോൾ ആംഗിൾ DAC കാണണം എന്നുണ്ടെങ്കിൽ എന്താണ്, ഇത് ഒരു ആംഗിൾ നമുക്കറിയാം എത്രയാണ്, ഇത് 50 ഡിഗ്രിയാണെന്നറിയാം. ഓക്കെ, ഇത് 50 ഡിഗ്രി. പിന്നെ ഈ ആംഗിൾ എത്രയാണ്, വലിയ ആംഗിള് നമുക്കറിയാം എന്ത്, ഇത് റൈറ്റ് ആംഗിൾഡ് ആണ് അല്ലേ. ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതെങ്ങനെ എഴുതാം, 90 ഡിഗ്രി എങ്ങനെയാണ് എഴുതുക, 90 ഡിഗ്രി - 50 ഡിഗ്രി = 40 ഡിഗ്രി അല്ലേ. 90 നിന്ന് 50 കുറച്ചാൽ 40 ഡിഗ്രി. ഓക്കെ, ഇനി എന്താ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ലെറ്റ്സ് സ്ട്രെച്ച് AB a bit to the left അല്ലേ. എന്താണ്, ലെറ്റ്സ് സ്ട്രെച്ച് AB a bit to the left. ലെഫ്റ്റിലേക്ക് ഇങ്ങോട്ടേക്ക് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇങ്ങോട്ടേക്ക് വരയ്ക്കാൻ പറഞ്ഞാൽ നേരെ ഒന്ന് വരച്ചു.
ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അല്ലേ 40 ഡിഗ്രിയാന്ന് കണ്ടുപിടിച്ചു, ഇവിടെ 50 ഡിഗ്രിയാന്ന് കണ്ടുപിടിച്ചു. ഇനി ഇത് എത്രയായിരിക്കും, ഇത് എത്രയായിരിക്കും മക്കളെ? ഇത് DAE അല്ലേ, DAE എത്ര ആയിരിക്കും ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇത് നമുക്കറിയാം എന്താ, ഇത് എത്രയാണ് നമുക്കറിയാം, ഇത് 90 ഡിഗ്രി ആയിരിക്കും കേട്ടോ. എപ്പോഴും എന്താണ്, ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെ ഇത് വന്നാൽ എപ്പോഴും എന്താണ്, ഇത് 90 ഡിഗ്രി ആയിരിക്കും കേട്ടോ. ഇത് എത്രയാണ്, 90 ഡിഗ്രി. ഓക്കെ, ഇത് 90 ഡിഗ്രി. അതുപോലെ എന്താണ്, ഇത് എത്ര ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വന്നാൽ എത്രയാണ്, 90 ഡിഗ്രി ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയാൽ പെർപെൻഡിക്കുലർ ആയിട്ടില്ല വന്നത്, ഒരു ലൈനിന്റെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതാ വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വന്നത്. അപ്പൊ ഇത് 90 ഡിഗ്രിയാണ്, അതുപോലെ ഇതും 90 ഡിഗ്രിയാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഹൗ മച്ച് ഈസ് DAE എന്നാ ചോദിച്ചത്. DAE എത്രയാണെന്നാ ചോദിച്ചത്. DAE എന്ന് പറഞ്ഞാൽ ഏതാണ്, DAE അല്ലെ, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എത്രയാന്നാ ചോദിച്ചത്. ഇത് എത്രയായിരിക്കും? അപ്പൊ നമുക്കറിയാം എന്ത്, ഇത് 90 ഡിഗ്രി അല്ലെ, ഇത് 90 ഡിഗ്രിയാണ്. ഇത് എത്രയാണ്, 40 ഡിഗ്രിയാണ് അല്ലെ. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ പോരെ. അപ്പൊ 90 + 40 എത്രയാണ്, അതായിരിക്കും ഇതിന്റെ ആൻസർ അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, അപ്പൊ 90 ഡിഗ്രി + 40 ഡിഗ്രി = 130 ഡിഗ്രി അല്ലെ. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ്, ഇതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അതുകൊണ്ടാണ് എന്ത്, നമ്മൾ 90 + 40 എടുത്ത്. ഇനി നമുക്ക് എന്താണ്, ഇതാണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുക, ഇതിന്റെ ഉള്ളിലുള്ള ഈ 2 ആംഗിൾ എടുത്ത് പ്ലസ് ചെയ്തിട്ട് എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, ഇതിപ്പോ ഇതാണ് ചോദിച്ചത്, അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഉള്ളിലുള്ള ആംഗിൾ ആണ് പ്ലസ് ചെയ്യേണ്ടത്. ഇത് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് എന്താ, ഇത് മൊത്തമായിട്ടുള്ളത് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കഴിഞ്ഞൂടെ. അപ്പൊ ഇവിടെ എത്രയാണ്, ഇവിടെ 90 ആണ്, ഇവിടെ 40 ആണ്, ഇവിടെ 50 ആണ് അല്ലെ. അപ്പൊ ഇതെല്ലാം കൂടി പ്ലസ് ചെയ്താൽ ഇത് മൊത്തമുള്ളത് കിട്ടും. ഓക്കെ, ദെൻ അടുത്തത് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ഇനി ഇവിടെ ചോദിക്കുന്നത്, ഡു യു സീ ഹൗ DAE ഈസ് റിലേറ്റഡ് ടു DAB. DAE നോക്കൂ, D എന്ന് പറഞ്ഞത് A എന്ന് പറഞ്ഞത് E അല്ലെ, DAEയും പിന്നെ അതുപോലെ എന്താ ചോദിച്ചിരിക്കുന്നത്, DAB ആംഗിൾ DAB എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം നമുക്ക്. നൗ ലുക്ക് അറ്റ് ദിസ് ഫിഗർ. ഈ ഫിഗർ നോക്കൂ, ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, ഇവിടെ ഒരു ഇത് വരച്ചു അല്ലെ. ഇവിടെ 60 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ക്യാൻ യു കമ്പ്യൂട്ട് ആംഗിൾ DCA. DCA എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. ഇതിന് DCA കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കൂ. ഹൗ അബൌട്ട് ഡ്രോയിങ് പെർപെൻഡിക്കുലർ അറ്റ് C ആൻഡ് സ്പ്ലിറ്റിംഗ് ദിസ് ആംഗിൾ. ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ പഠിക്കും. ഓക്കെ, അപ്പൊ ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ അല്ലെ വരച്ചാൽ ഇവിടെ 180, ഇവിടെ എത്രയാണ് 90 ഡിഗ്രി ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ 90 ഡിഗ്രിയാണ്. ഇത് ഒരു ലൈനിലെ പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരു ലൈൻ വരച്ചാൽ ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇതും 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. അങ്ങനെ ആകുമ്പോൾ ഈ DCE എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, ഇത് 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. 90 60 മൈനസ് കുറച്ചത് 30, അപ്പൊ ഇതെന്തായി 30 ഡിഗ്രി അല്ലെ. പിന്നെ DCA, പിന്നെന്താ DCA, ഏതാണ് DCA എന്ന് പറഞ്ഞാൽ ഏതാണ് 90 + 30 എത്ര 120 അല്ലെ, 120 ആണ് അല്ലെ. ഇനി അപ്പൊ എത്ര ആയിരിക്കും, ഇത് 120യും ഇത് 60 ഡിഗ്രി ആയിരിക്കും അല്ലെ. നോക്കൂ, like this can you compute the angle on right in the figure below. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആംഗിൾ ഇത് തന്നിട്ടുണ്ട്, ഈ ആംഗിൾ തന്നിട്ടുണ്ട്, ഈ ആംഗിൾ തന്നിട്ടില്ല അല്ലെ. അപ്പൊ ടീച്ചർ ഒരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾ പഠിക്കേണ്ടത് ഒന്നും പെർപെൻഡിക്കുലർ ആയിട്ട് ഒന്നും വരയ്ക്കേണ്ട, നിങ്ങൾ ഇങ്ങനെ ഇതാക്കിയാൽ മതി. ഒരു ലൈന് കേട്ടെ, ഇതാ ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, എന്താണ്, ഒരു ലൈൻ നേരെ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എന്താണ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണ് 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇത് 180 ഡിഗ്രി ആയിരിക്കും. ഒരു ആംഗിൾ എന്താ സ്ട്രെയിറ്റ് ലൈനിന്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. ഇനി നമ്മൾ എങ്ങനെ ലൈൻ വരച്ചാലും എന്താണ്, ഇവിടെ നമുക്കൊരു ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ മറ്റേ ആംഗിൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ 180 നിന്ന് മറ്റേ തന്നിരിക്കുന്ന ആംഗിൾ കുറച്ചാൽ മറ്റേ ആംഗിൾ കിട്ടും. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ 130 ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ടീച്ചർ പറഞ്ഞു എന്ത് 180 ആണ് അല്ലെ, മൊത്തം 180 ആണ്. 180 ഡിഗ്രിയാണ് എന്ത് വരുന്നത്, മൊത്തം ഉള്ളത് വരുന്നത് അല്ലെ. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് അല്ലെ. അങ്ങനെ ആകുമ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒരു ആംഗിൾ 130 ആണ് അല്ലെ. അപ്പം 180 നിന്ന് 130 കുറച്ചാൽ എന്ത് കിട്ടും, ഈ ആംഗിൾ കിട്ടും അല്ലെ. അപ്പൊ 180 130 കുറച്ച് എത്രയാണ് 50 അല്ലെ. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എത്ര ആയിരിക്കും 50 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ. ഇനി താഴെ നോക്കൂ, ഇൻ ദ ഫിഗർ ബിലോ ദ ആംഗിൾ
made on either side by joining two lines are shown. The measure of one angle is given. Compute the measure of the other. ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, ഞാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് എന്താണ് അതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിന്റെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതിന്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയാ, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമ്മൾ എങ്ങോട്ട് വരച്ചാലും, ഇങ്ങോട്ട് ഇപ്പോൾ വരച്ചും വിചാരിച്ചോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരച്ചും വിചാരിച്ചോ, എങ്ങനെ വരച്ചാലും ആ ആംഗിളുകൾ കൂട്ടിയാൽ എന്തെന്നാലും എന്താ 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ എന്താണ് ഇവിടെ 100 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാന്ന് ചോദിച്ചാൽ എത്ര, 180ന്ന് ഈ 100 കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ എത്ര കിട്ടി, 80 കിട്ടും. ഓക്കെ, 80 ഡിഗ്രിയാണ് ഇവിടുത്തത് അല്ലേ. അതുപോലെ ഇവിടെ ഉള്ളത് നോക്കൂ, ഈ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 180ന്ന് 40 കുറച്ചാൽ എത്രയാണ്, 180ന്ന് 40 കുറച്ചാൽ 140 അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്രയാണ്, 140 ഡിഗ്രിയാണ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയാൽ എവിടെ ആയാലും നമ്മൾ അതിലേക്ക് ഒരു വര വരച്ചിട്ട് ആംഗിൾ ആക്കിയാൽ മറ്റേ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ എവിടേക്ക് വരച്ചാലും കുഴപ്പമില്ല. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചോട്ടെ, ഇനി അടിയിലേക്ക് ഇങ്ങനെ വരച്ചോട്ടെ, എങ്ങനെ ആയാലും എന്താണ് 180 ഡിഗ്രി ആയിരിക്കും കേട്ടോ. നോക്കൂ, ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ആംഗിൾ, ഈ ഒരു ലൈൻ വരച്ചു, പിന്നെ ഇങ്ങനെ ഒരു ആംഗിൾ വരച്ചു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ആംഗിൾ വരച്ചു. എങ്ങനെ വരച്ചാലും എന്താണ് അതിൻ്റെ ഈ ആംഗിൾ എന്ന് പറയുന്നത്, ഇങ്ങോട്ടുള്ള ഈ ആംഗിൾ ആയിക്കോട്ടെ 180 ഡിഗ്രി ആയിരിക്കും, ഇങ്ങോട്ടുള്ള ഈ ആംഗിൾ ആയിക്കോട്ടെ 180 ഡിഗ്രി ആയിരിക്കും, ഇങ്ങോട്ടുള്ളതായിക്കോട്ടെ 180 ആയിരിക്കും, ഇങ്ങോട്ടുള്ളതായിക്കോട്ടെ 180 അല്ലേ. എങ്ങോട്ടുള്ളതാണ്, ഇങ്ങോട്ടാണെങ്കിൽ 180, ഇങ്ങോട്ടുള്ളതാണെങ്കിൽ 180 അല്ലേ. എങ്ങനെ ആയാലും 180 ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഒരു ആംഗിൾ എവിടെയെങ്കിലും ഒരു ലൈൻ വരച്ചാൽ അത് 180 ഡിഗ്രി ആയിരിക്കും കേട്ടോ. ഓക്കെ, ദെൻ അപ്പം ഇവിടെ എത്ര ആയിരിക്കും, ഇവിടെ 140 എന്ന് പറഞ്ഞില്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും, ഇവിടെ എന്താണ് 180ന്ന് 50 കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്, 130 ഡിഗ്രി ഇവിടെ കിട്ടും. ഓക്കെ, ഇവിടെ 130 ഡിഗ്രിന്ന് നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ അല്ലേ. 180 മൈനസ് 50 ചെയ്യുക, അപ്പോൾ 130 ഡിഗ്രിന്ന് കിട്ടും കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത് നോക്കൂ, ഇവിടെ നോക്കൂ, ഇവിടെ 80 ഡിഗ്രിയാണ് അല്ലേ. അപ്പൊ ഈ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചത്. അപ്പൊ എത്ര ആയിരിക്കും, 180ന്ന് എന്താക്കുക, 180ന്ന് 80 കുറച്ച് എന്താണ് 100 ആണ് അല്ലേ. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്, 100 ഡിഗ്രി. ഓക്കെ, ഇത് 100 ഡിഗ്രിയാണ് വരുന്നത്. ഓക്കെ, ദെൻ അടുത്തത് നോക്കൂ, ഇവിടെ വാട്ട് ഡു വി സി ഓൾ ദിസ്, ഈ എന്താണ് ഇതെന്നൊക്കെ മനസ്സിലാവുന്നതെന്നാണ് ചോദിക്കുന്നത്. കാണുന്നത് എന്താണ്, ഇഫ് എ ലൈൻ ഈസ് ഡ്രോൺ ഫ്രം അനദർ ലൈൻ, ഒരു ലൈനിന്റെ മേലെ വേറൊരു ലൈൻ വരുമ്പോൾ ദെൻ ദ സം ഓഫ് ദ ആംഗിൾസ് ഓൺ ഐദർ സൈഡ് ഈസ് 180 ഡിഗ്രി അല്ലേ. ഈ ഒരു ലൈന് അതിന്റെ മേലെ വേറൊരു ലൈൻ വന്നാൽ 2 ആംഗിൾ വരും അല്ലേ. ആ 2 ആംഗിളിന്റെ സം എന്തായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായല്ലോ. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം രണ്ടും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒന്ന് തന്നിട്ടുണ്ടെങ്കിൽ മറ്റേത് കാണെങ്കിൽ 180ന്ന് ഈ മറ്റേ തന്നിരിക്കുന്ന ആംഗിൾ കുറച്ചാൽ മതി. ഓക്കെ, ദെൻ അപ്പോൾ ഇതുവരെ എടുത്ത ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. അപ്പം എന്താക്കുക, ഇതുവരെ എടുത്ത ഭാഗമൊക്കെ നന്നായി മനസ്സിലാക്കുക. പിന്നെ അതുപോലെ ഈ സ്ട്രെയിറ്റ് ലൈനിന് പറയുന്ന പേരെന്താ അറിയോ, ഇപ്പൊ എന്താണ്, ഒരു പെയർ ഓഫ് ആംഗിൾസ് ഗോട്ട് ലൈക്ക് ദിസ് ഈസ് കോൾഡ് എ ലീനിയർ പെയർ അല്ലേ. 2 പെയർ, ഇത് 180 ഡിഗ്രി ആവുന്ന ഒരു അതായത് 2 ആംഗിളും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി ആവുന്നതിന് ലീനിയർ പെയർ എന്ന് പറയും. അതായത് സ്ട്രെയിറ്റ് ലൈനിനെ എന്താണ്, സ്ട്രെയിറ്റ് ലൈനിലുള്ള ഈ ആംഗിളിന് എന്താണ് ലീനിയർ പെയർ എന്നാണ് പറയാ കേട്ടോ. ഈ 2 ആംഗിളും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും കേട്ടല്ലോ. അപ്പൊ ഇങ്ങനത്തെ എ പെയർ ഓഫ് ആംഗിൾസ് ഗോട്ട് ലൈക്ക് ദിസ്, 2 ആംഗിളും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുന്നതിന് ലീനിയർ പെയർ എന്നാണ് പറയാ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ലീനിയർ പെയർ എന്ന് മനസ്സിലാക്കുക. അതായത് ആ ലീനിയർ പെയറിന്റെ സ്പെല്ലിംഗ് മറക്കരുത്, LINEAR PAIR കേട്ടോ. ലീനിയർ പെയർ എന്നതിനാണ് പറയാ. അപ്പൊ ഇതൊരു ലീനിയർ പെയർ ആണ് കേട്ടോ. അപ്പൊ ഈ 2 ആംഗിളും കൂടി കൂട്ടിയാൽ എന്താണ് ലീനിയർ പെയർ ആണ് കിട്ടുക. ഓക്കെ, 180 ഡിഗ്രി കിട്ടുന്നതിനാണ് 180 ഡിഗ്രി കിട്ടുന്നതിനാണ് ലീനിയർ പെയർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ഇതുവരെ എടുത്ത ഭാഗമൊക്കെ നന്നായി മനസ്സിലാക്കുക. ഇനി അടുത്ത് നോക്കുക, ആംഗിൾ കാൽക്കുലേഷൻ. ഓക്കെ, ഹൗ മച്ച് ഈസ് ആംഗിൾ ACE ഇൻ ദിസ് ഫിഗർ. അപ്പൊ എന്താണ് ഇതില് ACE, ഈ ഫിഗറിൽ ACE എന്ന് പറഞ്ഞാൽ ഏതാ, ACE ഈ ആംഗിൾ എത്രയാന്നാ ചോദിച്ചിരിക്കുന്നത്. ഈ ആംഗിൾ എത്രയാന്നാ ചോദിച്ചത്. അപ്പൊ ഈ ആംഗിൾ എത്രയാണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം എന്ത്, ലീനിയർ പെയർ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. സ്ട്രെയിറ്റ് ലൈനാണ് എന്ത്, ലീനിയർ പെയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ എന്താണ്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായിക്കോട്ടെ, ലൈൻ വന്നോട്ടെ, ഇവിടെ ഒരു ലൈൻ വന്നോട്ടെ, ഇവിടെ ഒരു ലൈൻ വന്നോട്ടെ, ഇവിടെ ഒരു ലൈൻ വന്നോട്ടെ, എങ്ങനെയായാലും ഇതെല്ലാം കൂടി കൂട്ടിയാൽ എന്താണ്
ഇതെല്ലാം കൂടി അങ്ങനെയൊക്കെ വന്നാലും എന്താണ് ഇതെല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഇതെല്ലാം കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും സ്ട്രെയിറ്റ് ലൈനിൽ അല്ലേ. അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? 2 ആംഗിൾ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ 50 25 തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടുത്തെ ഈ ആംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാം? ഇപ്പൊ ആംഗിൾ ACE എന്ന് പറയുന്നതാണ് കാണേണ്ടത് അല്ലെ. അപ്പൊ ആംഗിൾ ACE ഈക്വൽ ടു എത്രയാണെന്നുള്ളത് കാണുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആദ്യം എന്താക്കുക? ആംഗിൾ ACE ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് എന്താണ് ഇത് രണ്ടും കൂടി കൂട്ടിയത് അല്ലെ. 50 + 25 എത്ര? 75 അല്ലെ. അപ്പം 50 + 25 75 പറയുമ്പോൾ 180 മൈനസ് എത്രയാണ്? 180 മൈനസ് 75. അപ്പൊ 180 മൈനസ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. 50 ഡിഗ്രി + 25 ഡിഗ്രി അല്ലെ ഈക്വൽ ടു 180 മൈനസ് 50 + 25 ആദ്യം പ്ലസ് ചെയ്യാം. അപ്പൊ പ്ലസ് ചെയ്തതിന് ശേഷം എന്താക്കുക? 75 എന്ന് കിട്ടും അല്ലെ. എന്നിട്ട് 180 ഈ 75 കുറച്ചാൽ എത്ര? 105 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക കേട്ടോ. അപ്പൊ ഇതാണ് എന്ത്? ഇതിന്റെ ആൻസർ. ഡിഗ്രി ഇടാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ? ഹൗ മച്ച് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ 2 സ്ലാൻഡഡ് ലൈൻസ് ഇൻ ദിസ് ഫിഗർ? അപ്പൊ എന്താണ് ഈ ആംഗിൾ? ഹൗ മച്ച് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ 2 സ്ലാൻഡഡ് ലൈൻസ് ഇൻ ദ ഫിഗർ അല്ലെ. ഇവിടുത്തെ ഈ ആംഗിൾ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? ഹൗസ് ആംഗിൾ ബിറ്റ്വീൻ ദ 2 സ്റ്റാൻഡേർഡ് ലൈൻസ്. ഈ സ്റ്റാൻഡേർഡ് ലൈൻസിന്റെ ഈ ആംഗിൾ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം എന്ത്? സ്ട്രെയിറ്റ് ലൈനിൽ എത്ര? 180 ഡിഗ്രിയാന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് എന്താക്കാം? 180 കിട്ടും നമുക്കറിയാം. അപ്പൊ ഇവിടുത്തെ ഇതെന്താന്ന് നമുക്കറിയാം. എന്താ അവിടെ ഈ സെറ്റ് സ്ക്വയറിന്റെ ആംഗിൾ എത്രയാണെന്ന് നമുക്കറിയില്ലേ? നമ്മൾ പഠിച്ചതാണല്ലേ സെറ്റ് സ്ക്വയറിന്റെ ഈ ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ എത്രയാണെന്ന് നമുക്കറിയാം അല്ലെ. എത്രയാണ് പറഞ്ഞേ? യെസ്, ഇത് എത്രയാണ്? 45 അല്ലെ. ഇവിടെ 45 ആണ്. ഇവിടെ 45 ഡിഗ്രി അല്ലെ. ഇവിടെ 45 ഡിഗ്രി. ഇവിടെ എത്രയാണ്? ഇവിടെ 30 ഡിഗ്രി അല്ലെ. സെറ്റ് സ്ക്വയറിൻ്റെ അറിയാലോ അല്ലെ. അപ്പോൾ ഒരു സെറ്റ് സ്ക്വയറിന് എത്രയാണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ 45 ഡിഗ്രിയാണ്, ഇവിടെ 30 ഡിഗ്രിയാണ് അല്ലെ. അപ്പോൾ മൊത്തമായിട്ടുള്ളത് എത്രയാണ്? 180 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാത്? 180 മൈനസ് ഇത് രണ്ടും കൂടി കൂട്ടിയത് അല്ലെ. എത്ര? 45 + 30 എത്രയാണ്? 75 അല്ലെ. അപ്പൊ 180 മൈനസ് 75 അല്ലെ. അപ്പൊ എത്ര ആൻസർ? നിങ്ങളത് പരീക്ഷിച്ച് നോക്കിയത്. അപ്പൊ നിങ്ങൾ എന്താ യെസ് ആക്കിയോ? ഇവിടെ 60 ഡിഗ്രി ആണ് അല്ലെ. ഇവിടെ എത്രയാണ്? 60 ഡിഗ്രി ആണ് അല്ലെ വരുന്നത്. ഇവിടെ എത്രയാണ്? ഇവിടെ 45 ഡിഗ്രി അല്ലെ. ഇവിടെ 45 ഡിഗ്രിയാണ് വരുന്നത് അല്ലെ. അപ്പം ഈ എന്താണ് ആംഗിൾ കാണാൻ വേണ്ടിയിട്ട് എന്താണ്? 180 മൈനസ് 45 + 60 അല്ലെ. ആദ്യം നമുക്ക് ഈ 60 45 എന്താണ് പ്ലസ് ചെയ്യുക അല്ലെ. അപ്പൊ 60 45 കൂട്ടിയ എത്രയാണ്? 105 അല്ലെ. അപ്പം അതിന് 180 മൈനസ് എത്രയാണ്? 180 മൈനസ് എന്താ ചെയ്യേണ്ടത്? 180 മൈനസ് അപ്പം 180 മൈനസ് 105 എത്രയാണ്? 75 അല്ലെ. 75 ഡിഗ്രിയാണ് വരുന്നത് കേട്ടോ. ഈ ആൻസർ ഇവിടെ എത്രയാണ്? 75 ഡിഗ്രി ആയിരിക്കും കേട്ടോ. അപ്പൊ ഈ സെറ്റ് സ്ക്വയറിന്റെ ഈ ഭാഗമാണ് 30 അല്ലെ. ഈ ഭാഗമല്ലേ 30. ഈ ഭാഗം എത്രയാണ്? 60 ആണ് അല്ലെ. ഈ ഭാഗം എത്രയാണ്? 90 ഡിഗ്രി അല്ലെ. അതുപോലെ ഈ സെറ്റ് സ്ക്വയറിൻ്റെതോ ഇത് 90 ഡിഗ്രി, ഇത് 45 ഡിഗ്രി, ഇത് 45 ഡിഗ്രി അല്ലെ. അങ്ങനെയാണ് വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എത്ര? അത് 60ഉം ഇത് 45 അല്ലെ. അപ്പൊ 60 + 45 ആദ്യം ചെയ്യാം. എത്രയാണ്? 60 + 45 105 അല്ലെ. പിന്നെ 180 ഈ 105 കുറച്ചാൽ ഈ ആംഗിൾ നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് 75 ഡിഗ്രി. മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? In the figure below, angle ACD equal to angle BCE. How much is each? എന്താണ് ACD? ACD എന്ന് പറഞ്ഞാൽ ഏതാണിത്? ആംഗിള് നോക്കൂ. ACD അല്ലെ. ACD എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ആണ് അല്ലെ. ഈ ACD എന്ന് പറഞ്ഞാൽ ഈ ആംഗിളും പിന്നെ BCE ഈ ആംഗിളും എന്താണ്? ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതും ഇതും എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത് രണ്ട് ACD അല്ലെ. ACD ഇതും പിന്നെ BCE എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ സെയിം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ ഈ ആംഗിൾ ഓരോന്നും എത്രയാണെന്നല്ലേ. ഈ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ച്, ഈ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ച്, ഈ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചു അല്ലേ. അപ്പം നമുക്കിത് എങ്ങനെയാണ് കാണുക? ആദ്യം നമുക്ക് എന്താ 180 30 മൈനസ് ചെയ്യാം.
ഓക്കെ 150 ഈ 30 മൈനസ് ചെയ്താൽ നമുക്ക് 150 എന്ന് കിട്ടി അല്ലേ. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, ആംഗിൾ ACDയും BCEയും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് രണ്ട് സെയിം ആണല്ലോ. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എന്താണ് എന്ത് കിട്ടുന്നത്, ഈ എന്താണ് 150 കിട്ടിയത് അല്ലേ. അപ്പൊ 150 ബൈ 2 ചെയ്യാം. 150 ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. 150 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ എന്ത് കിട്ടും, 75 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് 75 ആണ്, ഇത് 75, ഇത് എന്തായിരിക്കും, ഇതും 75. ഓക്കെ, ഇതും 75 ഡിഗ്രി ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇത് രണ്ട് സെയിം ആണല്ലോ പറഞ്ഞത്. അപ്പൊ 75 + 30 എത്രയാണ്, 105 അല്ലേ. അപ്പൊ എന്താണ് ഈ 75 + 30 പറഞ്ഞാൽ 105. അപ്പൊ ഇതും സെയിം ആയില്ലേ. അപ്പൊ ഈ ഓരോ ആംഗിൾ എത്രയാണ്, 75 ഡിഗ്രി ആണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് കട്ടിങ് അക്രോസ് ആണ് കേട്ടോ. നോക്കാം നമുക്ക്. ആദ്യം ഇവിടെ ഒരു ലൈൻ വരച്ചു അല്ലേ. ഈ ലൈൻ വരച്ചിട്ട് ഇവിടെ ഒരു ആംഗിൾ വെച്ചപ്പോൾ ഇവിടെ 75 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചത്. നമുക്കറിയാം 150 75 കുറച്ചാൽ മതി അല്ലേ. അപ്പൊ 150 75 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, 105 എന്ന് കിട്ടും അല്ലേ ഈ ആംഗിൾ. ഇനി പറയുന്നത് ഈ സപ്പോസ് വി എക്സ്റ്റെൻഡ് ദ അപ്പർ ലൈൻ ഡൗൺവേർഡ്സ്, ഇത് താഴോട്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്ത് കിട്ടുന്നു, ഇത് നമുക്കറിയാം സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ, ലീനിയർ പെയർ ആണ്. അതുകൊണ്ട് എന്താണ് ഇത് രണ്ടും കൂടി കൂട്ടി എന്താ 180 ഡിഗ്രി കിട്ടും അല്ലേ. അങ്ങനെയാണ് 180 105 കുറച്ച് അവിടെ 75 ഡിഗ്രി കിട്ടും അല്ലേ. അങ്ങനെയാകുമ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും, ഇതും അങ്ങനെ തന്നെ. ഒന്നുകിൽ ഇത് നമുക്ക് എന്താക്കാം, ഇത് നമ്മൾ 180 എടുക്കുക. അപ്പോൾ 180 75 കുറച്ചാൽ 105 കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ലീനിയർ പെയർ ആണ് ഇത് രണ്ടും അല്ലേ. ഈ ലൈനുകളൊക്കെ ലീനിയർ പെയർ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി, ഇത് 75 ആണ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും 75 ആണ് അല്ലേ. അതുപോലെ ഈ ആംഗിൾ 105 ആണ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഇത് 105 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ലൈന് എന്താണ് അക്രോസ് ആയിട്ട് ഒരു ഈച്ച് അതറായിട്ട് എന്താണ് 2 ലൈൻസ് കട്ട് അക്രോസ് ഈച്ച് അതർ. അപ്പം നമുക്ക് എന്താക്കുക, ഇങ്ങനെ ഒരു ആംഗിൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. കണ്ടോ ഇവിടെ നോക്കിയാൽ ഇതിൻ്റെ ഇവിടെ 75 ഡിഗ്രി അല്ല പറഞ്ഞിരിക്കുന്നത്, ഇവിടെ 75 ഡിഗ്രി ആണല്ലേ. അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്, ഈ ലൈനിൻ്റെയും ടീച്ചർ വരച്ച് കാണിച്ചുതരാം. നോക്കൂ, ഇപ്പം ഇത് 75 ഡിഗ്രി പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതായിരിക്കും, ഈ 75 വന്നിരിക്കുന്നത് ഏതാണ്, ഇതാ ഈ ലൈനാണ് അല്ലേ. ഇതൊന്ന് നീട്ടി വരയ്ക്കുക, പിന്നെ ഈ ലൈന് നീട്ടി വരയ്ക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇത് എന്താണ് ഓപ്പോസിറ്റ്, ഇതാണ് കേട്ടോ, ഇതാണ് ഇത് 75 ഡിഗ്രി. ഓക്കെ, ഈ 75ന്റെ ഓപ്പോസിറ്റ് ഇതുമായിരിക്കും അല്ലേ 75. അതേപോലെ തന്നെ ഈ 105ന്റെ ഓപ്പോസിറ്റ് നേരെ ഓപ്പോസിറ്റ് ഇതാണ് അല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ദെൻ ഇവിടെ നോക്കൂ, ഇവിടെ 120 ഡിഗ്രിയാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. അങ്ങനെ ആകുമ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും നമുക്കറിയാം അല്ലേ. 150 120 കുറച്ച് എത്രയാണ് നമുക്ക് കിട്ടുക, 60 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും, ഇവിടെ 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇവിടെ 60 ഡിഗ്രി ആയിരിക്കും. പിന്നെ ഇവിടെ എത്രയാ, 150 120 കുറച്ചാൽ ഇവിടെ 60 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഇവിടെ 60 ഡിഗ്രി, ഇവിടെ എത്രയായിരിക്കും 180 60 കുറച്ചാൽ 120 അല്ലേ. കണ്ട ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് അല്ലേ. ഇവിടെ 120 എന്നുണ്ടെങ്കിൽ ഇവിടെ 120 അങ്ങ് എഴുതിയാൽ മതി, നമ്മൾ മൈനസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് among 4 angles made by 2 lines cutting across each other അല്ലേ. അതായത് 2 ലൈൻസ് ഇങ്ങനെ കൂട്ടിമുട്ടിയിട്ട് 4 ആംഗിൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ സം ഓഫ് ഈച്ച് പെയർ ഓഫ് നിയർ ബൈ ആംഗിൾസ് ഈസ് 180 ഡിഗ്രി. എന്താണ് അതിൻ്റെ അടുത്തുള്ള ഈ രണ്ടും കൂടി കൂട്ടിയാൽ 150 ഡിഗ്രി കിട്ടുന്നുണ്ടെങ്കിൽ ഈച്ച് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആംഗിൾസ് ആർ ഈക്വൽ. ഓരോ പെയറിൻ്റെയും ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. എന്താ പറയുക, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. 2 ആംഗിൾ കൂട്ടിയിട്ട് 150 ഡിഗ്രി കിട്ടുകയാണ്. അതിൻ്റെ 4 അതായത് 2 ലൈന് കൂട്ടിമുട്ടിയിട്ട് 4 ആംഗിൾ ഉണ്ടാവും. ഇതാ കണ്ടില്ലേ, 2 ലൈൻ കൂട്ടിമുട്ടിയിട്ടാണല്ലോ ഇവിടെ 4 ആംഗിൾ ഉണ്ടായത്. അതിൽ സം ഓഫ് ഈച്ച് പെയർ ഓഫ് നിയർ ബൈ ആംഗിൾ ഇസ് 180 ഡിഗ്രി. ഇതിന്റെ അടുത്തുള്ള ആംഗിളും മറ്റേ ആംഗിളും കൂടി കൂട്ടിയാൽ 150 ഡിഗ്രി കിട്ടുന്നുണ്ടെങ്കിൽ ഓരോ പെയറിന്റെയും ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ, ലീനിയർ പെയർ ആണെങ്കിൽ. Then now can you calculate the angles marked in each in the figure below? Write them in the figure. ഇത് നമുക്ക് എന്താ കിട്ടിക്കൂടെ. ഇവിടെ 45 ഡിഗ്രി ആണ്, ഇവിടെ എത്ര ആയിരിക്കും നമുക്കൊന്നും നോക്കാനല്ലേ അല്ലേ. ഇവിടെ എന്താണ്, ഇവിടെയും 45 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഇവിടെ
45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഡിഗ്രി എഴുതാൻ മറക്കരുത്. പിന്നെ ഇവിടെ എത്ര ആയിരിക്കും? നമുക്ക് 180 ഡിഗ്രിയിൽ നിന്ന് 45 കുറയ്ക്കുക അല്ലേ. 180 45 കുറച്ചാൽ എത്രയാണ്? 180 45 കുറച്ചാൽ എത്ര? 135 അല്ലേ. അപ്പൊ 180 45 കുറച്ചാൽ 135 കിട്ടി അല്ലേ. അപ്പൊ ഈ ഭാഗം 135 ആണെങ്കിൽ ഇവിടെ എത്രയാണ്? 135 ആണ് കേട്ടോ. ഇനി ഇവിടെ നോക്കിയാൽ ഇത് 110 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? ഈ ആംഗിൾ എത്ര ആയിരിക്കും? അല്ല, ഈ ആംഗിൾ ആയാലും കുഴപ്പമില്ല അല്ലേ, രണ്ട് ഈക്വൽ ആണ്. അപ്പൊ 180 110 കുറച്ചാൽ എത്ര? ആദ്യം ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിൾ അങ്ങോട്ട് എഴുതാം നമുക്ക് അല്ലേ. ഇത് എത്രയാണ്? 110 അല്ലേ. ഇത് 110 ഡിഗ്രി ആണ് അല്ലേ. ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ അല്ലേ. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഈക്വൽ ആന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇത് 110 ആണ്, ഇത് 110. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണ്ട. ഇപ്പുറത്തുള്ളത് കിട്ടണമെങ്കിൽ എന്താണ്? നമുക്ക് ഇത് ലീനിയർ പെയർ ആണ്. അപ്പൊ 180 110 കുറച്ചാൽ എന്ത് കിട്ടി? ഇവിടെ 70 എന്ന് കിട്ടി അല്ലേ. ഇവിടെ 70 എന്ന് കിട്ടി. ഇവിടെ എത്ര ആയിരിക്കും? 70 എന്നായിരിക്കും അല്ലേ. ഇതും 70 ഡിഗ്രി. ഓക്കെ, മനസ്സിലായില്ല. അപ്പൊ ഇത് 70 ഡിഗ്രി, ഇതും 70 ഡിഗ്രി, ഇത് 110. അപ്പൊ സിമ്പിൾ അല്ലത്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും കേട്ടോ. ദെൻ അടുത്തത് നോക്കാം നമുക്ക്. ഇവിടെ 135 ആണ്. അപ്പൊ ഇവിടെ എത്ര ആയിരിക്കും? ഇവിടെയും എന്തായിരിക്കും? 135 ആയിരിക്കും അല്ലെ. ഓപ്പോസിറ്റ് സൈഡ്സ് ലീനിയർ പെയർ ആണോ നോക്കുക. എന്നിട്ട് എന്താക്കുക? ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് എടുത്ത് എഴുതിയാൽ മതി. അതാണ് 135. ഇനി ഇവിടെ എത്ര ആയിരിക്കും? 180 135 കുറച്ചാൽ എത്രയാണ്? 45 അല്ലേ. അപ്പൊ ഇവിടെ 45 ആണ്. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിൾ എന്തായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ ആവരുത്. ലീനിയർ പെയർ ആണോ നോക്കുക. എങ്ങനെയാണ്? സ്ട്രെയിറ്റ് ലൈൻ ആണോ നോക്കുക. സ്ട്രെയിറ്റ് ലൈനിലെ ആംഗിളുകൾ വരുന്നതൊക്കെ എന്താണ്? അത് പ്ലസ് ചെയ്താൽ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും കേട്ടോ. ഇനി താഴോട്ടേക്ക് വന്നാൽ എന്താണ്? ഇവിടെ ഉള്ള ആംഗിളും ഈ ആംഗിളും 180 ഡിഗ്രി ആയിരിക്കും. അല്ലെങ്കിൽ ഈ ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് എന്താന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഡു ഇറ്റ്. ഇനി എന്താ ചെയ്യാനുള്ളതാണ് അല്ലേ. ഇനി ഇതെങ്ങനെ ചെയ്യാം? ഇൻ ഈച്ച് ഫിഗർ സം ആംഗിൾസ് ആർ ഗിവൺ, ഫൈൻഡ് ഓൾ അതർ ആംഗിൾസ്. എന്താണ്? ഇവിടെ ഓരോ ഫിഗറിലും കുറച്ച് ആംഗിൾസ് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള ആംഗിൾസ് ഒക്കെ എന്തൊക്കെയായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കേ. ഇവിടെ എത്രയാണ് നോക്ക്. ഇവിടെ ഇത് ലീനിയർ പെയർ ആണ്, ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ. അപ്പൊ ഈ ആംഗിൾ എത്ര ആയിരിക്കും? ഈ ആംഗിൾ 180 എന്താണ്? ഇത് രണ്ടും കൂട്ടിയത് കുറച്ചാൽ മതി അല്ലേ. 70 + 30 എത്രയാ? 100 അല്ലേ. അപ്പൊ 180 100 കുറച്ചാൽ എത്രയാ? 80 കിട്ടും. അപ്പൊ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്തത്. ഇനി ഈ ആംഗിൾ നമുക്ക് കിട്ടേണ്ടത്. ഈ ആംഗിൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതാണ്? ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഉണ്ടോ നോക്കുക. ഇതിന്റെ ഈ ആംഗിൾ പോകുന്നുണ്ട് അല്ലേ. അപ്പൊ ഇത് 30. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഇവിടെ 30 അല്ലേ. ഇവിടെ 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇത് ഓപ്പോസിറ്റ് അല്ലേ. കൺഫ്യൂഷനിലല്ലോ. ഇനി ഇവിടെ എത്ര ആയിരിക്കും മക്കളെ? ഇവിടെ എത്ര ആയിരിക്കും? ഇത് 30 ആണെങ്കിൽ ഇത് എത്രയാണ്? 180. ഈ 30 കുറച്ച് എന്ത് കിട്ടി നമുക്ക്? 150 കിട്ടി അല്ലേ. ഇവിടെ 150. മനസ്സിലായല്ലോ. ഇത് 150 ഡിഗ്രിയാണ് കേട്ടോ. ഇനി അടുത്തത് നോക്കിയേ. എന്താണ്? ഇത് നോക്കാം. ഇവിടെ 50 തന്നിട്ടുണ്ട്, ഇവിടെ 70 തന്നിട്ടുണ്ട് അല്ലേ. ഇനി എന്താണ്? ഈ ആംഗിൾ എത്ര നോക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ലീനിയർ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ എന്താ? ഇവിടെ 50 അല്ലേ. ഇവിടെ 70 തന്നിരിക്കുന്നത്. ബാക്കിയുള്ള ആംഗിൾസ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുകയാണ് വേണ്ടത് അല്ലേ. അങ്ങനെ ആവുമ്പോ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ആണല്ലേ, ലീനിയർ പെയർ ആണല്ലേ അത്. അങ്ങനെ ആവുമ്പോ ഇത് 180 ഈ 50 കുറച്ചാൽ മതി അല്ലേ. അപ്പൊ 150 ഈ 50 കുറച്ചാൽ നമുക്ക് ഇവിടുത്തെ ആംഗിൾ എന്ത് കിട്ടി? ഇവിടെ 130 കിട്ടി. 130 ഡിഗ്രി കിട്ടി. ഓക്കെ, ഇനി ഈ ആംഗിൾ എത്ര ആയിരിക്കും? ഇത് നോക്ക്. ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇവിടെ വരുന്നത് എന്താണ്? ഇവിടെ ആംഗിൾ വരുന്നത് എത്രയാണ്? ഇവിടെ 50 വരുന്നുണ്ട് അല്ലേ. അപ്പൊ ഇത് എന്താണ്? 50 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ്. ഇത് എത്ര ആയിരിക്കും? നിങ്ങൾ പറഞ്ഞേ ഇത് എത്ര ആയിരിക്കും? ഈ ആംഗിൾ ഇത് 70 കിട്ടിയില്ലേ. ഈ ആംഗിൾ എത്ര ആയിരിക്കും? ഈ ആംഗിൾ 130 ആണോ? ഓപ്പോസിറ്റ് ഇതിന്റെ ഓപ്പോസിറ്റ് ഇതാണോ? അല്ല അല്ലെ. ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇതാ ഇവിടുന്ന് മൊത്തമായിട്ടുള്ളതാണ് 130 അല്ലെ. ഇതല്ലേ വരുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്നത് ഇതാണ് അല്ലെ. അപ്പൊ 130 ആണ് അല്ലെ. അപ്പൊ 130 ഇത് കുറച്ചാല് ഇത് കിട്ടും. ഓക്കെ, അപ്പൊ 130 70 കുറയ്ക്കുക. 70 കുറച്ചാൽ എത്രയാണ്? 60 അല്ലെ. അപ്പൊ ഇവിടുത്തെ ഇത് എത്ര ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും കേട്ടോ.
അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, ഇവിടെ 50 കിട്ടിയില്ലേ, ഇവിടെ 50 കിട്ടി, ഇവിടെ 70 കിട്ടി, ഇത് എത്ര 180 ആണ് അല്ലേ. അപ്പൊ 180 ഈ 50ഉം 70ഉം കൂടി കൂട്ടുക, 50 70ഉം കൂട്ടിയാൽ എത്ര 120 കിട്ടും അല്ലേ. അപ്പം 180 120 കുറച്ചാൽ എത്ര 60 കിട്ടും. അങ്ങനെയും ഇത് ചെയ്യുക. ഓക്കെ, ഇവിടെ 50 ആണ്, ഇവിടെ 70 ആണ് അല്ലേ. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടുക ആദ്യം, 50 70 120. ഇങ്ങോട്ട് എന്താ അത് ലീനിയർ പെയർ ആണ്, 180 ആണ് അല്ലേ. അപ്പൊ 180 ഈ 70 50ഉം കൂട്ടിയത് എത്ര 120. അപ്പൊ 180 എന്താ 120 കുറച്ചാൽ 60 ഡിഗ്രി കിട്ടും. ഓക്കെ, അപ്പൊ ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതെന്താണ്, ഇവിടെ 60 ഡിഗ്രി തന്നിട്ടുണ്ട്, ഇവിടെ 40 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ 60 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്, ഇവിടെ 40 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ ഈ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് ചെയ്യാം, ഇത് ലീനിയർ പെയർ ആണ് നമുക്കറിയാം അല്ലെ. ഇത് മൊത്തമായിട്ട് എന്താണ്, ഇത് ലീനിയർ പെയർ ആണ് ഇത് അല്ലെ. അപ്പൊ 180 ഡിഗ്രി ആണല്ലേ ഇത്. അപ്പൊ 180 ഈ 60 40 കൂട്ടുക, അപ്പൊ 100 അല്ലെ. 180 100 കുറച്ചാൽ എത്രയാണ് 60 40 കുറച്ചിട്ട് അല്ല 60 40 കൂടി കൂട്ടുക 100. അത് ഇതെന്താക്കുക 180 കുറയ്ക്കുക. 180 ഈ 100 കുറച്ചാൽ എത്രയാണ് 80 ഡിഗ്രി ഇവിടെ വരും. ഓക്കെ, ഇവിടെ 80 ഡിഗ്രി എന്നാണ് വരിക. ദെൻ അടുത്തത് ഈ ആംഗിൾ എത്ര ആയിരിക്കും മക്കളെ, ഈ ആംഗിൾ എത്രയാണ്, ഇതിന്റെ ഓപ്പോസിറ്റ് 60 തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇത് 60, ഇത് 60 ഡിഗ്രി. ഓക്കെ, ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്, ഈ ആംഗിൾ 60 ഡിഗ്രി അല്ലേ. ഇനി ഈ ആംഗിൾ എത്രയാണ്, ഈ ആംഗിൾ ഇതിന്റെ ഓപ്പോസിറ്റ് ഇതാണ് 80 അല്ലേ. അപ്പൊ ഇത് എത്രയാണ് 80 ഡിഗ്രി. ഓക്കെ, 80 ഡിഗ്രി. ദെൻ ഈ ആംഗിൾ എത്രയാണ്, ഇവിടെ 40 ആണ് അല്ലേ. അപ്പൊ ഇവിടെ എത്രയാണ്, ഇവിടെ 40 ഡിഗ്രി. ഓക്കെ, ഇവിടെ 40 ഡിഗ്രി. മനസ്സിലായല്ലോ. ഒന്നെങ്കിൽ എന്താക്കുക ഓപ്പോസിറ്റ് ആയിട്ട് നോക്കുക, അങ്ങനെ തന്നെ നോക്കിയാൽ മതി. അല്ലെങ്കിൽ എന്താ സംശയം ഉണ്ടെങ്കിൽ 180 ഒക്കെ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുവേ. ദെൻ നെക്സ്റ്റ് നോക്കൂ, ഏതാണ്, ഇതാണ് അല്ലേ. ഇവിടെ തന്നിരിക്കുന്ന ആകെ 50 ഡിഗ്രി എന്ന് പറഞ്ഞ ഒറ്റ ഇതേ തന്നിട്ടുള്ളൂ അല്ലേ. ഒറ്റ ആംഗിളെ തന്നിട്ടുള്ളൂ 50 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആവുമ്പോൾ ബാക്കിയുള്ളതൊക്കെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക, പിന്നെ ഇവിടെ ഒന്നുണ്ട്, എന്താ ഇവിടെ ഇതെത്രയാ പറഞ്ഞേ 90 ഡിഗ്രി അല്ലേ. ഇത് 90 ഡിഗ്രിയാ നമുക്ക് അറിയാം അല്ലേ. ഒരു ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതാക്കിയാൽ എന്താണ് 90 ഡിഗ്രിയാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെ ആകുമ്പോൾ ഇത് 90 ഡിഗ്രി. അതുപോലെ ഇതും 90 ഡിഗ്രി അല്ലേ, ഇതും 90 ഡിഗ്രി അല്ലേ, ആണല്ലേ, ഇതും 90 ഡിഗ്രി. അങ്ങനെ ആകുമ്പോൾ ഈ ആംഗിൾ എത്ര ആയിരിക്കും, 90 ഈ 50 അങ്ങ് കുറച്ചാൽ മതി അല്ലേ. അപ്പൊ ഇവിടെ എത്ര കിട്ടിയത് 40 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ഇത് 40 ഡിഗ്രി എന്ന് കിട്ടി. ഏത് ഈ ചെറിയ ആംഗിൾ ആട്ടെ ഞാൻ പറഞ്ഞേ, ഇത് ആംഗിളാണ് 40 ഡിഗ്രി എന്ന് കിട്ടുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് അങ്ങനെ ആവുമ്പോൾ ഇവിടെ എത്ര ആയിരിക്കും, ഇതിന്റെ ഓപ്പോസിറ്റ് ഈ 50ന്റെ ഇത് ഇവിടെ എത്രയാണ് 50 അല്ലെ. അപ്പൊ ഇവിടെ 50 ഡിഗ്രി അല്ലെ, 50 ഡിഗ്രി. പിന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് എത്ര, ഇവിടെ 40 ആണ്, ഇതും എത്രയാണ് ഇവിടെ 40 അല്ലെ. ഇവിടെ 40, ഇവിടെ 40 ഡിഗ്രി അല്ലെ. ഇവിടെ എത്രയാ, ഇവിടെ 90 ഡിഗ്രി അല്ലെ, ഇവിടെ 90 ഡിഗ്രി. ഓക്കെ, ഇവിടെ 90 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ആംഗിൾസ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുക, നന്നായിട്ട് സിമ്പിൾ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കുക കമന്റ് ആയിട്ട് ചോദിക്കുക കേട്ടോ. ഓക്കെ, ദെൻ ഇനി എന്താ വരുന്നത് നമുക്ക് കഴിഞ്ഞു അല്ലേ. ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ ടീച്ചർ ഇനി അടുത്ത ചാപ്റ്റർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഈ എടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ നന്നായി മനസ്സിലാക്കുക കേട്ടോ. സിമ്പിളാണ്, ഒന്നൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്താക്കാണ്, നമുക്ക് ഫുൾ മാർക്ക് തന്നെ ഈ മാത്സിന് 7th ക്ലാസ്സിൽ കിട്ടും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്താക്കുക, ഈ ചാപ്റ്റർ വെരി സിമ്പിളായിട്ടുള്ള നിങ്ങൾക്ക് പ്ലസ്സും മൈനസും അറിയെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പ്ലസ്സും മൈനസും ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഇത് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആ പ്ലസ് എങ്ങനെ ചെയ്യേണ്ടതൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗമൊക്കെ നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.